ചിറ്റൂർ പുഴയിൽ കോസ്വേയുടെ സമീപമുള്ള ഓവിൽ 2 യുവാക്കൾ അകപ്പെട്ടു. കോയമ്പത്തൂർ സ്വദേശികളായ യുവാക്കൾ കുളിക്കാൻ പുഴയിലെത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. സച്ചിൻ, വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ്. ഓവിനുള്ളിലാണ് ഈ 2 യുവാക്കൾ കുടുങ്ങിയതല്ലേ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അവർക്ക് ശ്വസിക്കാനാകുന്ന ഘട്ടമുണ്ടോ അവിടെ? അജിംഷ, തീർച്ചയായും ഇന്ന് ഉച്ചയോടുകൂടിയാണ് കോയമ്പത്തൂർ കറുപ്പകം കോളേജിലെ 10ഓളം വിദ്യാർത്ഥികൾ ചിറ്റൂർ പുഴയിലേക്ക് എത്തിയത്. ഇവിടെ വെച്ചാണ് കോസ്വേക്ക് സമീപം ചിറ്റൂർ പുഴയിലെ ഒരാളെ പുറത്തെത്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ 2 പേർ കുടുങ്ങിയതിൽ ഒരാളെ പുറത്തെത്തിച്ചോ? തീർച്ചയായും ഒരാളെ പുറത്തെത്തിച്ച് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിൽ മറ്റൊരാൾ അരുൺകുമാർ എന്ന് പറഞ്ഞ വ്യക്തിക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂർ സ്വദേശിയായിട്ടുള്ള ശ്രീ ഗൗതമിനെയാണ് ഇപ്പോൾ നിലവിൽ തിരച്ചിലിലൂടെ കണ്ടെത്തി ചിറ്റൂരിലെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ചിറ്റൂർ കോളേജിൽ കറുപ്പകം കോളേജിലെ 10ഓളം അടങ്ങുന്ന വിദ്യാർത്ഥികൾ ഈ ചിറ്റൂർ പുഴയിൽ കുളിക്കാൻ വേണ്ടി എത്തിയത്. അവിടെ വെച്ചാണ് 2 പേർ ഒഴുക്കിൽപ്പെട്ടത്. ശ്രീഗൗതം അതുപോലെ തന്നെ അരുൺകുമാർ എന്നീ 2 വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. ഇതിൽ ശ്രീഗൗതമിനെ നിലവിൽ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അരുൺകുമാറിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീഗൗതമിന് ആരോഗ്യ സംബന്ധമായി അങ്ങനെ ഗുരുതരാവസ്ഥയില്ലല്ലോ അല്ലേ? ഇല്ല, തീർച്ചയായും ഗുരുതരാവസ്ഥയില്ല എന്നാണ് പ്രാഥമികമായിട്ട് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അരുൺകുമാറിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.